പ്രിയപ്പെട്ടവരെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ഇന്ന് വോട്ട് ചെയ്തവരുണ്ടാകും, ചെയ്യാൻ പോകുന്നവരുണ്ടാകും. നിർബന്ധമായും ഈ ഇരു കൂട്ടരും അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ അടുത്ത തലമുറ നമ്മൾ കാരണമായി ഇടങ്ങേറാകുന്ന അവസ്ഥ ഉണ്ടാകും. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിർബന്ധമായും ഇന്ന് വോട്ട് ചെയ്തവരും ചെയ്യാനുള്ളവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവർ എഫിന്റെ കുടുംബം, കമന്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ മുറാദും ഹസൂലാക്കട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഒന്നുകിൽ വോട്ട് ചെയ്തവരാണ്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ്. നമ്മുടെ സംസ്ഥാനത്ത് മനോഹരമായി നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ വോട്ടിംഗ് നടക്കുന്നൊരു ദിവസമാണ് ഇന്ന്, വ്യാഴാഴ്ച. ഇന്ന് വോട്ട് ചെയ്തവരും ഇനി ചെയ്യാനുള്ളവരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 6 കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. ഫസ്റ്റ് ഒന്നാമത്, ഇന്ന് ഏകദേശ കണക്ക് പ്രകാരം 2.69 കോടി വോട്ടർമാർ പങ്കെടുക്കുന്ന ഒരു വോട്ടാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൽ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്നലെ പറഞ്ഞിരുന്നു മുസ്ലിമീങ്ങളുടെ കൃത്യമായ കാഴ്ചപ്പാട്, മുസ്ലിമീങ്ങളുടെ കൃത്യമായ ഈ വിഷയത്തിലുള്ള നിലപാട് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, ആരെയാണ് വിജയിപ്പിക്കാൻ നമ്മൾ കൊണ്ടുവരേണ്ടത്, നമ്മൾ ഭരണീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം വേണ്ടത്, അപ്പോഴാണ് നല്ല ഭരണാധികാരം എങ്ങനെ കിട്ടും, അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡീപ്പായിട്ട്, അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും 5 കാര്യങ്ങൾ ഓരോ നാട്ടിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. 5 കാര്യം. ഇത് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് തങ്ങൾ, മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഏതാ 5 കാര്യം? ലാ യംബഗി ലിൽ മുസ്ലിമി അൻ യസ്കുന ബലദൻ ലൈസ ഫീഹി ഖംസത്തുൻ. അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒഴിച്ചുകൂടാൻ പറ്റൂല. അവൻ്റെ നാട്ടിൽ നിർബന്ധമായും 5 കാര്യങ്ങൾ ഉണ്ടാകണം. 5 കാര്യങ്ങളില്ലാത്ത നാട്ടിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ തന്നെ പറ്റൂല. അപ്പോൾ 5 കാര്യങ്ങൾ നിർബന്ധമാണ് ഓരോ നാട്ടിലും. എന്നിട്ട് അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഒരു ഭരണകർത്താവ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നീതിയോടുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, നീതിബോധമുള്ള, ഇവിടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് മതക്കാർ ഒരുമിച്ച് കൂടി നിൽക്കുന്ന, വ്യത്യസ്തങ്ങളായ വീക്ഷണമുള്ള ഒട്ടനവധി ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് അവരോടെല്ലാം സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, മതത്തിൻ്റെ കണ്ണുകളോടെ കാണാതെ, മനുഷ്യത്വത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ടിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു നീതിയുള്ള, മതം നോക്കിയിട്ട് നീതി കൈകാര്യം ചെയ്യുന്ന, മതത്തിൻ്റെ ആളുകളെ നോക്കിയിട്ട് നീതിപീഠം ചലിക്കുന്ന ഒരവസ്ഥ ആധുനിക ഇന്ത്യയുടെ ഈ മനോഹരമായ മണ്ണിൽ പലപ്പോഴും ഓരോ മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് വിശ്വാസിയുടെ നെഞ്ചകത്ത് വേദന ഉണ്ടാക്കുന്നുണ്ട്. പലതും അങ്ങനെയാണ്. അങ്ങനെ ഇല്ലാത്തൊരു സംവിധാനം ഇവിടെ നിലവിൽ വരട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള പണിപ്പാട്. അപ്പോൾ ഇമാമുൻ ആദിൽ, നീതിയുള്ള ഭരണകർത്താവ്, അത് മുസ്ലിമീങ്ങളായ ഭരണകർത്താക്കളാകണം എന്ന് മുസ്ലിമീങ്ങൾക്കോ ഇസ്ലാമിനോ അങ്ങനെ വാശിയുണ്ടോ? ഇല്ല 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 ഇല്ല, അങ്ങനൊരു വാശിയേ ഇല്ല. മുസ്ലിമായിരിക്കണം ഭരണാധികാരി, മുസ്ലിമാണെങ്കിൽ വോട്ട്, അങ്ങനെയുണ്ടോ? ഇല്ല. വോട്ടെങ്ങനെയാണ്? ഇമാമുൻ ആദിലുൻ, നീതിയുള്ള ഭരണകർത്താവ്, അത് ഒരു നാട്ടിലുണ്ടാകൽ, അങ്ങനെയുള്ള നാട്ടിലെ ഒരു മുസ്ലിമിന് താമസിക്കാൻ പറ്റുന്ന, നിർബന്ധമായി ഉണ്ടാകേണ്ട ഒരു നാടിൻ്റെ ക്വാളിഫിക്കേഷനാണ് നീതിയുള്ള ഭരണകർത്താവ്. അതേപോലെ തന്നെ വഖാദിൻ ആലിമുൻ, ആലിമായി വിവരമുള്ള കാളി ഉണ്ടാവുക. ഓരോ കാര്യങ്ങൾക്കും വിധി നിർണയിക്കുമ്പോൾ, അതിൻ്റെ മസലകൾ പറയുമ്പോൾ, വിധി നിശ്ചയിക്കുമ്പോൾ കാളിയാകുന്ന ഒരു വിധി തീർപ്പ് നടത്തുന്ന ആൾ, അയാൾ ആരാകണം? ആലിമ്, പണ്ഡിതനാകണം, കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആളാകണം. വിവരമില്ലാത്തൊരാൾ കാളിയായാൽ, ഒരു നാടിൻ്റെ കാളി സ്ഥാനം ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾ ഉണ്ടാവും. അതുണ്ടാകാതിരിക്കാനാണ് ആലിമായ കാളി ഒരു നാട്ടിലുണ്ടാകും. ആ നാട്ടിലെ ഒരു മുസ്ലിമിന് പാർക്കാൻ പറ്റുമെന്ന് ഗൗരവം മനസ്സിലായില്ലേ? ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഒ തൊബീബുൻ ഹാദിഖുൻ, നിപുണനായ ഡോക്ടർ,
ചുമ്മാ പിന്നെ രോഗികളുടെ കയ്യിൽ നിന്ന് പണം മിണുങ്ങാൻ വേണ്ടി നടക്കുന്ന, അവരെ ചുമ്മാ ആവശ്യമില്ലാതെ സ്കാനിങ്ങിന് വിടുന്ന, ചുമ്മാ ആവശ്യമില്ലാതെ കുറേ ഗുളികകൾ എഴുതിയിട്ട് ആകെ 2 ഗുളികയുടെ ആവശ്യമുള്ളൂ, അങ്ങനെ കേവലം പോക്കറ്റിൻ്റെ വലിപ്പം, പോക്കറ്റിൻ്റെ കനം മാത്രം ഉദ്ദേശിച്ച് ചികിത്സിക്കുന്ന ആളാകാൻ പാടില്ല. പിന്നെയോ നിപുണനായ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അതിന് പറ്റുന്ന തരത്തിലുള്ള ഡോക്ടർ, ആ ഡോക്ടർ എവിടെ ഉണ്ടാകണം? ഒരു നാട്ടിലുണ്ടാകണം. ആ നാട്ടിലേ താമസിക്കാൻ പറ്റുമോ? കണ്ടില്ലേ? ഇനി വനഹുറുഞ്ചാരി, നല്ല മനോഹരമായ ശുദ്ധമായ വെള്ളം വേണം. നല്ല ഒഴുകുന്ന നദിയുള്ള, പുഴയുള്ള വെള്ളം സന്തോഷത്തോടുകൂടെ കിട്ടാൻ പറ്റുന്ന നാടായിരിക്കണം ഒരു മുസ്ലിം പാർക്കേണ്ട നാട്. പിന്നെയോ വസൂഖുൻ ഖായിമുൻ, നല്ല സജീവമായി നിലനിൽക്കുന്ന ഒരു ടൗണ് അല്ലെങ്കിൽ പട്ടണം, ചന്ത, അത് വേണം. സൂക്ക്, ചന്ത, അങ്ങാടി വേണം. അത് സജീവമായിട്ട് നിന്നുപോയതാണ്. പല കടകളും നിന്നുപോയിട്ടുണ്ട്. അത് പലതും സജീവമല്ല. അങ്ങനെയല്ല, സജീവമായ പിന്നെ ചന്തകളുള്ള ടൗണുള്ള നാട്. ആ നാട്ടിലാണ് ആർക്ക്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം താമസിക്കാൻ പറ്റൂ എന്നാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഓരോ നാട്ടിലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഫസ്റ്റ് വൺ ഇമാമുൻ ആദിലുൻ, നീതിയുള്ള ഭരണകർത്താക്കൾ. അപ്പോൾ നീതിയുള്ള ഭരണകർത്താക്കളാകട്ടെ നമ്മളെ ഭരണകർത്താക്കൾ, അല്ലെങ്കിൽ നമ്മൾ ഈ സെലക്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന നമ്മളുടെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആളുകൾ, അതിൻ്റെ ജനപ്രതിനിധികൾ അങ്ങനെയാകട്ടെ എന്നുള്ള നെയ്യത്തോടെ, അത് മനസ്സിലാക്കി വിവേകത്തോടെ വികാരത്തെ നിയന്ത്രിച്ച് വേണം വോട്ട് ചെയ്യാൻ. ചെയ്തവരോ അങ്ങനെയുള്ള നേതാക്കൾ ഞങ്ങൾക്ക് തരണമല്ല, അവരായിരിക്കട്ടെ ജനപ്രതിനിധികളായി വിജയിച്ചു വരേണ്ടത് എന്നുള്ള ദുആയും നടത്താം ചെയ്തവർ. ഇനി ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ് വോട്ട്. ഇത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആരുടെ ഔദാര്യമല്ല, ഒരു പാർട്ടിക്കാരുടെയോ ഒരു ഭരണകർത്താക്കൾ അവരുടെ ഔദാര്യമല്ല. പിന്നെയോ ഇന്ത്യൻ പൗരന്മാരായ ഓരോരുത്തരുടെയും അവകാശമാണ്, നമ്മുടെ അവകാശമാണ്, നമുക്ക് കിട്ടണം. അതേപോലെ തന്നെ നല്ല നീയത്ത് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നീതി ഉണ്ടാകണം, ഇവിടെ സ്നേഹമുണ്ടാകണം, സഹിഷ്ണുതയുണ്ടാകണം, സൗഹാർദ്ദമുണ്ടാകണം. മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന, മതിൽ കെട്ടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. തീവ്ര ഭീകര സങ്കല്പങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നീതിയുടെ ഭരണകർത്താക്കൾ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തവർ അങ്ങനെയുള്ള ആളുകൾ വിജയിച്ചു വരട്ടെ എന്നുള്ള നെയ്യത്തോടെ കൽബിൽ വെച്ച ആളുകൾക്കും തീർച്ചയായിട്ടും അള്ളാഹു കൂലി നൽകും, അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. മാത്രമല്ല മൂന്നാമത്തൊരു കാര്യം, നമ്മൾ ഭരണീയർ എന്നല്ല പറഞ്ഞല്ലോ, ഭരണീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ലവരായാൽ അള്ളാഹു ഭരണകർത്താക്കളെയും ആരേ തരുള്ളൂ? നല്ലവരേ തരുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ലവരായി ജീവിക്കുക. അപ്പോൾ അള്ളാഹു നല്ല ഭരണ സംവിധാനം ഇവിടെ നിലനിർത്തി തരും. നാലാമത്തൊരു കാര്യം, നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെയുള്ളവർ ജയിച്ചു വരാനും നല്ല ഭരണ സംവിധാനം നിലനിൽക്കാനും നീതി ഉണ്ടാകാനും പരസ്പര സ്നേഹവും സന്തോഷവും ഉണ്ടാകാനും അത്തരത്തിൽ നമ്മൾ ദുആ ചെയ്യണം. അഞ്ചാമത്തൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മളുടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ വോട്ടിംഗ് മഷി കയ്യിലായാൽ പിന്നെ പെട്ടെന്ന് ഒരു തലയുടെ ഭാഗത്തൊക്കെ എണ്ണ തേച്ച് കൊണ്ടൊന്നും പെട്ടെന്ന് തുടച്ചുകളയുക, കാരണം ഒന്നും ശരിയാകില്ല. അല്ലെങ്കിൽ ആയത് ഉടനെ വീട്ടിൽ പോയിട്ട് ചിരണ്ടിക്കളയുക, അങ്ങനെ ആ തൊലി ഉൾപ്പെടെ നഖം ഉൾപ്പെടെ ചിരണ്ടിക്കളയുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വെള്ളം ചേരുന്നതിന് ഹായിലാകുന്ന മറയാകുന്ന ഒന്നും അതിനകത്തില്ല. അതൊരു കറയാണ്, അതൊരു തടിയുള്ള സംഗതിയില്ല, അതാ മഷിയുടെ കറയാണ്. അതൊരിക്കലും വെള്ളം ചേരുന്നതിന് തടയില്ല. അതിനു വേണ്ടിയിട്ട് ചുരണ്ടാനും പ്രയാസപ്പെടാനൊന്നും അതിൻ്റെ പേരിൽ നിൽക്കേണ്ടതില്ല. വെള്ളം ചേരുന്നതിന് വോട്ടിംഗ് മഷി ഒരു പ്രശ്നമല്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമത്തൊരു കാര്യം, പരസ്യം കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന അവസ്ഥ. ഇപ്പോൾ എമ്പാടും എല്ലാറ്റിലും പരസ്യമാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെയും ഓരോ പാർട്ടിക്കാരുടെയും പരസ്യം. ആ പരസ്യം കേട്ടാൽ തോന്നും ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യാൻ തോന്നും. അങ്ങനെ പരസ്യം കണ്ടിട്ടല്ല നമ്മൾ പോകേണ്ടത്, നമ്മൾ വിലയിരുത്തണം. നിലപാടുകൾ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ട് ബോധപൂർവം, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, വികാരം നിയന്ത്രിച്ച് വിവേകത്തോടെയാണ് വോട്ടിംഗ് അടയാളപ്പെടുത്തേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ ദുആകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊടുത്ത് നമ്മൾ തിരക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പരമാവധി നേരത്തൊക്കെ പോയി വോട്ട് ചെയ്തിട്ട്, സമയം നഷ്ടപ്പെട്ടു, ഇനി തിരക്കിലൊക്കെ പെട്ടിട്ട് അവസാനം സമയം പോയി വോട്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറക്ക് 2026 വോട്ടർ പട്ടികയുടെ ലിസ്റ്റിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്തതായിട്ടുള്ള അടയാളമുണ്ടെങ്കിൽ അവർക്ക് ഇനി പൗരത്വം നൽകപ്പെടുന്നൊക്കെ ഒരു കാലത്ത് പറയപ്പെടും. നമ്മുടെ കുട്ടികളെ അടങ്ങാറാവും. നമ്മൾ പലപ്പോഴും അടങ്ങാറായല്ലോ. ആ രീതി ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിച്ചു കൊടുക്കണം. വോട്ട് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഓരോ കേരളക്കാരൻ്റെയും അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് ഉറപ്പാക്കണം, ഒരാൾ വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, പോരാട്ടമാണ്. നല്ല നീയത്തോടെ ചെയ്യുക, കൃത്യമാക്കുക കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും നല്ല ഭരണകർത്താക്കളെയും നല്ല ഭരണീയരും അങ്ങനെ മാറുന്ന ഒരു സെറ്റപ്പ്
ഈ മനോഹരമായ കേരളത്തിൻ്റെ മണ്ണ് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഏറ്റവും വലിയ മാനുഷിക മൂല്യങ്ങളുടെയും മണ്ണാക്കി അള്ളാഹു നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله